വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഓപ്പോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ ഒന്നായിട്ടുള്ള ഓപ്പോ റെനോ 10 Pro Plus 5G ആണ്. റെനോ 10 സീരീസിലെ 3 സ്മാർട്ട് ഫോണുകളൊന്ന്. ഈ ഒരു സ്മാർട്ട് ഫോൺ കൂടാതെ നമ്മുടെ കയ്യിൽ റെനോ 10 5Gയും റെനോ 10 Pro 5Gയും അവൈലബിൾ ആണ്. അതായത് ഈ ഒരു 3 സ്മാർട്ട് ഫോണിൻ്റെയും ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെഗറ്റീവും പോസിറ്റീവും അടങ്ങിയിട്ടുള്ള ഈ ഒരു റെനോ 10 Pro Plus 5Gയുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിലുള്ള വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം, അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് നമുക്കൊരു സിലിക്കൺ കേസ് ആണ് വരുന്നത്. ഓപ്പോയുടെ എംബ്ലം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. റെനോ 10 Proയിലും അതുപോലെ റെനോ 10ലും നമുക്ക് ട്രാൻസ്പെറൻറ്റ് TPU കേസ് ആയിരുന്നു ലഭിച്ചത്. അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കേസ് തന്നെയാണ് വരുന്നത്. മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. പിന്നീട് നമുക്ക് ഇതിനൊപ്പം ലഭിക്കുന്നത് 100 വാട്ടിൻ്റെ സൂപ്പർ ബുക്ക് ചാർജർ അഡാപ്റ്ററാണ്. Type A to Type C ചാർജിങ് കേബിൾ ലഭിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ഓപ്പോ റെനോ 10 Pro Plus 5G. രണ്ട് കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് സിൽവർ ഗ്രേ ആണ്. ഇതുകൂടാതെ തന്നെ ഗ്ലോസി പേർപ്പിൾ. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പിറകിൽ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേർവ്ഡ് ഡിസൈൻ ആണ് പിറകിലും ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ആണ് ബോഡി ഫ്രെയിം വരുന്നത്. 8.3 mm ആണ് ബോഡി തിക്നെസ്. 194 gram ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ് വരുന്നത്. അതുപോലെ തന്നെ ക്യാമറ മോഡ്യൂൾ ഡ്യുവൽ ടോൺ ക്യാമറ മോഡ്യൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പോർഷന് അലൂമിനിയവും അതുപോലെ തന്നെ ഈ ഒരു പോർഷന് ഗ്ലാസ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് IR ബ്ലാസ്റ്റർ, നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, സെക്കൻഡറി സ്പീക്കർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഡ്യുവൽ നാനോ സിം കാർഡ് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കും. മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നീട് ഇന്റേണൽ മൈക്ക്, Type C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ഫീൽ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 6.74 ഇഞ്ചിന്റെ MOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫുൾ HD+ അഥവാ 1.5K റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ എന്നാണ് കമ്പനി പറയുന്നത്. 450 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കും. 1400 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാൽ തന്നെ നല്ല രീതിയിൽ ഇതിൽ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഡ്രാഗൺ ട്രയൽ സ്റ്റാർ 2 എന്ന് പറയുന്ന ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ അല്ല വരുന്നത്. പക്ഷേ കമ്പനി പറയുന്നത് കോർണിംഗ് ഗോറില്ല ഗ്ലാസിനേക്കാളും 20% ഡ്യൂറബിലിറ്റി കൂടിയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നീട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് HDR10+ ഇതിൽ സപ്പോർട്ടാണ്. 10-bit ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഓവറോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ഷാർപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഡിസ്പ്ലേ സൈഡിൽ കാണാൻ സാധിക്കുക. Qualcomm Snapdragon 8+ Gen 1 എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5G പ്രോസസ്സറാണ്. 4 nm ആണ് ചിപ്സെറ്റ് സൈസ്. ഒക്ടാ കോറിൽ 3 GHz ആണ് ക്ലോക്ക് സ്പീഡ്. Adreno 730 എന്ന് പറയുന്ന GPU ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ അല്ലെങ്കിൽ കൂടിയും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെ നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടുണ്ട്. 12GB + 256GB എന്ന് പറയുന്ന മെമ്മറി വേരിയന്റാണ് ഇപ്പോൾ നിലവിൽ ഖത്തറിൽ അവൈലബിൾ ആണ്. ഇതുകൂടാതെ തന്നെ 16GB 256GB, 16GB 512GB മെമ്മറി വേരിയന്റും ചില രാജ്യങ്ങളിൽ അവൈലബിൾ ആണ്. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 3.1 ആണ്. LPDDR5 ആണ് ഇതിൻ്റെ റാം ടൈപ്പ് വരുന്നത്. അതോടൊപ്പം തന്നെ അപ് ടു 12GB റാം എക്സ്പാൻഷൻ കൂടി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓവറോൾ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയത്തക്ക രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ വളരെ പവർഫുൾ ആയിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒഫീഷ്യലി IP റേറ്റിംഗ് ഇതിൽ എവിടെയും മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ വാട്ടർ റെസിസ്റ്റന്റ് എന്നൊരിക്കലും ഞാൻ പറയില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിലോ മഴയിലോ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാതിരിക്കലായിരിക്കും ബെറ്റർ. കണക്ടിവിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ വേർഷൻ ആയതുകൊണ്ട് തന്നെ 14ഓളം 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 4G LT ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 5G ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ വൈഫൈയുടെ 6 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലൂടൂത്തിൻ്റെ 5.3 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഷൻ. NFC ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ IR ബ്ലാസ്റ്ററും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ആൻഡ്രോയിഡ് 13 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. കളർ വോയിസ് വേർഷൻ വരുന്നത് 13.1 ആണ്. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുപോലെ തന്നെ 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് കമ്പനി പറയുന്നത്. ചെറുതായിട്ട് ബ്ലോട്ട്വേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ടും അതുപോലെ തന്നെ
നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സോഫ്റ്റ്വെയർ വൈസും യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 4700 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 100 വാട്ടിന്റെ സൂപ്പർ വൂക്ക് ചാർജറാണ് നമുക്ക് ഇതിനൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ ഏകദേശം അരമണിക്കൂർ മാത്രമാണ് സമയം എടുക്കുന്നത്. ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ദിവസത്തിനടുത്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിന് മുകളിലും ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. അതേസമയം തന്നെ വയർലെസ് ചാർജർ ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടുമല്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്പീക്കർ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ് പുറത്ത് വരുന്നത്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. സ്പീക്കർ ക്വാളിറ്റി വൈസ് ഒരു സൂപ്പർബ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് കേൾക്കാൻ സാധിച്ചത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നു നോക്കാം. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടും ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫേസ് ലോക്ക് ഇതിൽ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കും. കാരണം അത്രയും നല്ല രീതിയിലുള്ള പ്രോസസ്സറും അതുപോലെ തന്നെ GPU ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രാഫിക് പെർഫോമൻസ് നല്ല രീതിയിൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. സ്റ്റീരിയോ സ്പീക്കർ ക്വാളിറ്റി നല്ലതാണ്. പിന്നീട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഞാനിതിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് കളിച്ചത്. ഏകദേശം 45 മിനിറ്റിന് മുകളിൽ ഞാനിതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും നമുക്കിതിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഫ്രെയിം ഡ്രോപ്പ് ഇഷ്യൂ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ സ്മൂത്ത് ആയിട്ടും ലാഗ് ഫ്രീ ആയിട്ടും നമുക്കിതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊരു പ്രോ ലെവൽ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ഗെയിമിംഗ് എക്സ്പീരിയൻസിൽ നിരാശപ്പെടുത്തില്ല. 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയിട്ടുള്ളത്. 64 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് 3x ഒപ്റ്റിക്കൽ സൂം ആണ് അതിൽ വരുന്നത്. അതിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തെ ലെൻസ് എന്ന് പറയുന്നത് 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ്. ഇനി റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക സമയത്ത് നല്ല രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി മെയിൻ ക്യാമറയിൽ എടുത്തിരിക്കുന്നത് ഡേലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താലും HDR പെർഫോമൻസിൻ്റെ കാര്യം എടുത്താലും പോർട്രേറ്റിൻ്റെ കാര്യം എടുത്താലും അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെയാണ് ലഭിക്കുന്നത്. മാക്രോ പെർഫോമൻസ് അത്ര ഒരു വലിയൊരു ഗംഭീരമായിട്ടൊന്നും തോന്നിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഫോട്ടോസ് ഔട്ട്പുട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീട് എടുത്ത് പറയേണ്ടത് നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യമാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല ഡാർക്ക് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് ക്വാളിറ്റി നഷ്ടപ്പെടുന്നതായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. എനിവേ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 64 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസിനെ കുറിച്ച് തന്നെയാണ്. 3x ഒപ്റ്റിക്കൽ സൂമിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ അത്യാവശ്യം ഗുണനിലവാരം പുലർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് തന്നെ 120x വരെ നമുക്ക് സൂം ചെയ്തെടുത്ത് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അതിൽ തന്നെ 120 എടുത്തിരിക്കുന്ന ഫോട്ടോസ് നമുക്ക് റീഡബിൾ എന്നുള്ള രീതിയിലുള്ള ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടെലിഫോട്ടോ ലെൻസ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അൾട്രാ വൈഡ് ലെൻസ് മാത്രമാണ് 8 മെഗാ പിക്സൽ ആണെങ്കിൽ കൂടിയും വലിയൊരു ക്വാളിറ്റി എനിക്ക് മിക്ക ഫോട്ടോസിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 32 മെഗാ പിക്സലിൻ്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് സെൽഫി ക്യാമറ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 32 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റി നമുക്ക് മിക്ക ഫോട്ടോസിലും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് വരുന്നത്. കളേഴ്സും അത്യാവശ്യം ചില ഫോട്ടോസൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സൊക്കെയാണ് വരുന്നത്. അതിൽ തന്നെ ഡേലൈറ്റ് പെർഫോമൻസ് നല്ലതാണ്. HDR പെർഫോമൻസ് നല്ലതാണ്. പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ലതാണ്. എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്ക ഫോട്ടോസിലും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ ഡാർക്ക് ആകുന്ന സമയത്താണ് നമുക്ക് ചില ഫോട്ടോസിൽ ഇത്തിരി സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില ഫോട്ടോസിൽ സെൽഫിയുടെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഷാർപ്നെസ്സിൻ്റെ ഒരു കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിവേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു Oppo Reno 10 Pro Plusൽ എനിക്ക് കാണാൻ സാധിച്ചത്. Reno 10 Pro Plus 5Gയിൽ എടുക്കുന്ന വീഡിയോ ഫുട്ടേജ് ആണിത്. 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലൈസേഷൻ കാണുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഗംഭീരമായിട്ടുള്ള സ്റ്റെബിലൈസേഷൻ വേണമെങ്കിൽ ഫുൾ HDയിൽ അതായത് 1080pയിൽ 30 അല്ലെങ്കിൽ 60 FPS എടുത്താൽ സൂപ്പർ സ്മൂത്ത് ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു 4Kയിലും അത്യാവശ്യം ക്വാളിറ്റി നമുക്ക് കാണുന്നുണ്ട്. ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് ലഭിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വീഡിയോ ഫുട്ടേജ് തന്നെയാണ് കാണാൻ സാധിച്ചത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്.
ഫുൾ എച്ച് ഡിയിൽ 30 ഫ്രെയിം/സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ആൻറ്റി ഷേക്ക് മോഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ അല്പം സാച്ചുറേറ്റഡ് ആയിട്ടാണ് കളേഴ്സ് കാണുന്നത്. HDR പെർഫോമൻസും വലിയ രീതിയിൽ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു ഇത്തിരി സോഫ്റ്റ്നെസ് നമ്മുടെ ഫേസിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയതിനെ. അതർവൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വീഡിയോ പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB + 256GBക്ക് 2999 ഖത്തർ റിയാലാണ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 66,000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഇനി ഈ ഒരു 4-5 ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഓവറോൾ പെർഫോമൻസിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. എസ്പെഷ്യലി ഡിസ്പ്ലേ ക്വാളിറ്റി സൂപ്പർബാണ്. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ കാര്യവും അടിപൊളിയാണ്. പിന്നീട് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ബാറ്ററി ലൈഫും അത്യാവശ്യം നല്ലതാണ്. അതുപോലെ 100 വാട്ടിൻ്റെ ചാർജർ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് ചാർജ് ആവുന്നുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ സെൽഫി ക്യാമറയിൽ 4K വീഡിയോ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ. അതുപോലെ തന്നെ വീഡിയോഗ്രാഫി കുറച്ചും കൂടി ഇംപ്രവൈസ് ചെയ്തിരുന്നെങ്കിൽ നന്നായെന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ട്. അതർവൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നിലവിൽ ഇപ്പോൾ ഖത്തറിൽ ലഭിക്കുന്നതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെയാണ് ഈ ഒരു Oppo Reno 10 Pro Plus 5G എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും വീഡിയോയെക്കുറിച്ചും എന്താണ് അഭിപ്രായം, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ അത് ഒരുപക്ഷേ ഈ ഒരു Reno 10 Pro 5G ആകാം, അല്ലെങ്കിൽ ഈ ഒരു Reno 10 5G ആവാം. നിങ്ങൾക്ക് ഏതാണോ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ആഗ്രഹമുള്ളത് ആ ഒരു കാര്യം കൂടി ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.